സംസ്ഥാനത്തെ റെക്കോർഡ് വൈദ്യുതി ഉപയോഗത്തെ പിടിച്ചു നിർത്താൻ ഊർജിത ശ്രമവുമായി KECB. എല്ലാ പ്രദേശങ്ങളിലെയും ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമായതോടെ കൂടുതൽ ഇടങ്ങളിൽ നിയന്ത്രണം വരും. അതിനിടെ ചൂടത്തും കറന്റ് കട്ടാകുന്നത് മലയാളിയെ പൊള്ളിക്കുന്നുണ്ട്. രാത്രി 7-നും പുലർച്ചെ 2-നുമിടയിൽ 10 മിനിറ്റ് നേരത്തേക്കാണ് വൈദ്യുതി നിയന്ത്രണമെങ്കിലും അസഹനീയമായ ചൂട് ജനങ്ങളെ പൊള്ളിക്കുകയാണ്. 10 മിനിറ്റ് മാറി 2 സെക്കൻഡ് പോലും ഫാനോ AC-യോ ഇല്ലാതെ പറ്റില്ലെന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ വൈദ്യുതി നിയന്ത്രണത്തോട് ജനങ്ങൾ സഹകരിച്ചാൽ നിലവിലെ പ്രതിസന്ധിക്ക് ചെറുതായെങ്കിലും പരിഹാരം കാണാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. 2 ദിവസമായി തുടരുന്ന നിയന്ത്രണം ഗുണം ചെയ്തിട്ടുണ്ടെന്ന വിലയിരുത്തലിനു പിന്നാലെ വൈദ്യുതി നിയന്ത്രണം തുടരാനും കൂടുതൽ ഇടത്തേക്ക് വ്യാപിപ്പിക്കാനുമാണ് ശ്രമം. ഒപ്പം സംസ്ഥാനത്തെ ഏത് ഭാഗത്തെയും വൈദ്യുതി പ്രശ്നം പരിഹരിക്കാനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കാനുമായി തുടങ്ങിയ കൺട്രോൾ റൂം തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം എന്നിവയടക്കം ഇനി ഇവിടെ നിന്നാണ് ഏകോപിപ്പിക്കുക. സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാകുന്നതുവരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും. അതേസമയം വ്യവസായശാലകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടാൽ ഒരു പരിധിവരെ നിയന്ത്രണം സാധ്യമാക്കുമെന്നാണ് KECBയുടെ വിലയിരുത്തൽ. എന്നാൽ ഇതേ തോതിൽ ചൂട് തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.